ശരിയല്ലേ? നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയെന്ന് മനസ്സിലായി, എന്ന് മനസ്സിലായി, വാങ്ങിച്ചാലേ ജീവിതം നല്ല രീതിയിൽ പോകുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെ വാങ്ങണമെന്ന് പഠിക്കാം. എങ്ങനെ വാങ്ങണമെന്ന് പഠിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഈസി 5 സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പഠിച്ചിട്ട് അത് പ്രകാരം നമുക്ക് പഠിക്കാം. ഓരോ സ്റ്റെപ്പും വിശദമായി നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, ചൂസിങ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പോളിസി, ഇൻഡിവിജ്വൽ ഓർ ഫാമിലി. അതായത് ഇൻഷുറൻസ് വാങ്ങാൻ പോകുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന ഓപ്ഷൻസിൽ ഒന്നാണ് ഇൻഡിവിജ്വൽ പോളിസി വേണോ അതോ ഫാമിലി പോളിസി വേണോ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഇത് എങ്ങനെ സെലക്ട് ചെയ്യണം, ഇവിടുത്തെ തമ്പ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്താണ് എന്ന് നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ വിശദമായി പഠിക്കാം. ഇൻഡിവിജ്വൽ പോളിസി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇൻഡിവിജ്വൽ കവർ ഉള്ള ഇൻഷുറൻസ്, അതായത് ഒരേ സമയം ഒരാളെയാണ് ഈ പോളിസി കവർ ചെയ്യുക. ഫാമിലി പോളിസി എടുക്കുകയാണെങ്കിലോ, പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഒരു കുടുംബത്തിലുള്ള മൾട്ടിപ്പിൾ ആൾക്കാർക്കായി ഒരൊറ്റ പോളിസി കവർ എടുത്താൽ മതി. നമ്മൾ നേരത്തെ പഠിച്ച ട്രാൻസ്ഫറിംഗ് റിസ്ക് ഫ്രം എൻ ഇൻഡിവിജ്വൽ ടു ഗ്രൂപ്പ് എന്ന കോൺസെപ്റ്റ് നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം. അതായത് നിങ്ങളൊരു 4 പേരുള്ള ഫാമിലി ആണെങ്കിൽ 4 പേർക്കും ഒരുമിച്ച് എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസ് കുറവല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും 10 ലക്ഷത്തിന്റെ ഇൻഡിവിജ്വൽ കവർ എടുത്തു പോയാൽ ടോട്ടൽ 40 ലക്ഷത്തിന്റെ കവർ ആകും. പ്രീമിയവും അത്ര തന്നെ കൂടുതലായിരിക്കും. പകരം മുഴുവൻ ഫാമിലിക്കായി ഒരു 25 ലക്ഷത്തിന്റെ കവർ മതിയാകില്ലേ? 2 പേർക്ക് വയ്യാതായാലും കവർ ആകുമല്ലോ. അതായത് 25 ലക്ഷത്തിന്റെ ഫാമിലി കവർ എടുക്കുകയാണെങ്കിൽ 4 പേരുടെ ഹെൽത്ത് ഇഷ്യൂസും കവർ ആകും ആ പോളിസിയിൽ. ഇങ്ങനെ ക്ലബ് ചെയ്ത് നമ്മൾ എടുക്കുന്നത് കൊണ്ട് ടോട്ടൽ കവർ എമൗണ്ട് കുറവാക്കി വെക്കാൻ പറ്റും. അങ്ങനെ പ്രീമിയം എമൗണ്ട് ഇവിടെ കുറവായിരിക്കും. ഇതുകൊണ്ട് കൂടുതൽ ഫാമിലീസും ഫാമിലി കവറാണ് എടുക്കുക. എന്നാൽ രണ്ടിനും, അതായത് ഫാമിലി കവറിനും ഇൻഡിവിജ്വൽ കവറിനും രണ്ടിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതുകൂടി മനസ്സിലാക്കിയാലാണ് ശരിക്കും നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം, ഏത് സെലക്ട് ചെയ്യണം എന്ന് പഠിക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ തമ്പ് റൂൾ എന്താണെന്ന് വെച്ചാൽ, ഒരു അത്യാവശ്യം യങ് ഫാമിലി ആണെങ്കിൽ, അതായത് ഒരു 50 വയസ്സിൽ താഴെയുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓഫ് സിമിലർ ഏജ് പ്ലസ് തീരെ ചെറുതല്ലാത്ത കുട്ടികൾ, ഇതാണ് കേസെങ്കിൽ ഒരു ഫാമിലി പ്ലാൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഫാമിലിയിൽ 50 വയസ്സിൽ കൂടുതലുള്ള വ്യക്തി ഉണ്ട് എങ്കിൽ ഈ പ്ലാൻസ് അവോയ്ഡ് ചെയ്യുക, അതായത് ഫാമിലി പ്ലാൻ അവോയ്ഡ് ചെയ്യുക. കാരണം ആ വ്യക്തിയുടെ റിസ്ക് കൂടുതലാണല്ലോ. 50 വയസ്സ് കൂടുതലുള്ള വ്യക്തിയുടെ റിസ്ക് കൂടുതലാണല്ലോ. അതിനനുസരിച്ച് ഫുൾ ഫാമിലിക്ക് പ്രീമിയം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ 50 വയസ്സിൽ കൂടുതലുള്ള ആൾക്ക് ഇൻഡിവിജ്വൽ പ്ലാൻ എടുക്കാം, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒരു ഫാമിലി പ്ലാൻ എടുക്കാം. അങ്ങനെയും പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇനി കുട്ടികൾ ഇല്ല എങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 പേർക്കും പ്രായം സിമിലർ ആണ് എങ്കിൽ ആൻഡ് 2 പേർക്കും ഒരു നല്ല ഹെൽത്ത് ഹിസ്റ്ററി ഉണ്ട് എങ്കിൽ യു ക്യാൻ ഹാവ് എ ഫാമിലി പ്ലാൻ. ഇതിൽ ഒരാൾക്ക് കൂടുതൽ കവർ വേണമെങ്കിൽ, ലെറ്റ്സ് സേ ഓൾറെഡി ഒരാൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടാവാം എങ്കിൽ ഗോ ഫോർ ഇൻഡിവിജ്വൽ പ്ലാൻസ്. അതായത് ആ പ്രശ്നമുള്ള ആൾക്ക് ഇൻഡിവിജ്വൽ പ്ലാൻ എടുക്കണം. അപ്പോൾ ഒബ്വിയസ്ലി മറ്റേ ആൾക്കും ഇൻഡിവിജ്വൽ പ്ലാൻ എടുക്കണമല്ലോ അല്ലെ? ഇനി നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ ഒബ്വിയസ്ലി ഇൻഡിവിജ്വൽ പ്ലാൻ തന്നെയാണല്ലോ പറ്റുക. പിന്നീട് നിങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ പാർട്ട്ണറെയും സെയിം പോളിസിയിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അത് നിങ്ങൾക്ക് അപ്പോൾ തീരുമാനിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്റ്റെപ്പ് 1ൽ കുറച്ച് ക്ലാരിറ്റി കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഇൻഷുറൻസും എടുക്കാത്ത ഫാമിലി ആണ് ഇതുവരെ എങ്കിൽ ഒരു ഫാമിലി പ്ലാനിൽ തന്നെ തുടങ്ങാവുന്നതാണ്. ട്രാക്ക് ചെയ്യാനും കണക്ക് വെക്കാനും ഒക്കെ എളുപ്പമാണ്. പ്രീമിയംസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ കുറച്ച് കുറഞ്ഞിരിക്കുകയും ചെയ്യും. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഓർക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫാമിലി പ്ലാനിൽ കോമൺ പൂൾ കവറേജ് ആയിരിക്കും. എല്ലാവർക്കും ഒരേ സമയം ഇൻഷുറൻസ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഇടയ്ക്കിടെ ക്ലെയിംസ് വരികയാണെങ്കിൽ ഫുൾ ഫാമിലിയുടെ പ്രീമിയം കൂടുകയും ചെയ്യും. പ്രായം ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി മാച്ച് ആകുമ്പോഴാണ് പലപ്പോഴും ഫാമിലി പ്ലാൻ എടുക്കുന്നത് ഉചിതമാവുക. ഫാമിലിയിൽ ഒരാൾക്ക് നിരന്തരമായി ക്ലെയിംസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ ഫാമിലി പ്ലാനിൽ ചേർക്കാതെ അവർക്ക് ഇൻഡിവിജ്വൽ പ്ലാൻ എടുക്കുക. കാരണം അല്ലെങ്കിൽ അവിടെ നോ ക്ലെയിം ബോണസ് ആ ഫാമിലി പോളിസിക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പേടിക്കേണ്ട, വീഡിയോയുടെ അവസാനം എന്താണ് നോ ക്ലെയിം ബോണസ് എന്നും മറ്റ് ടേംസും ഒക്കെ നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് 1 ഫുൾ അങ്ങ് പിടി കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല. നമ്മുടെ 5th സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും, അതായത് വീഡിയോ കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ കുറെ കൂടി വിശദമായി നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലോ? സ്റ്റെപ്പ് 2, ഹൗ മച്ച് കവർ ടു ബൈ.